ഹലോ ഗായ്സ്, ഞാൻ പ്രത്യേകിച്ചൊരു നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യകരമായിട്ടുള്ള വീഡിയോ തന്നെയാണ്. GTA 5 പൊതുവായിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ തന്നെ ഹ്യൂജ് MB ആണ്, ഹ്യൂജ് GB ആണെന്ന് തന്നെ പറയാം. അതായത് 32 GB ഒക്കെ ആയിട്ടാകുമ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ ചിലപ്പോൾ നെറ്റ് ഉണ്ടായിരിക്കില്ല. ഈവൻ നെറ്റ് ഉള്ളവരുണ്ടാകാം, ഇല്ലാത്തവരൊക്കെ ഉണ്ടാവാം. അതിനൊക്കെ കൂടി പറ്റിയൊരു വീഡിയോ ആണ്. പാർട്ട് ബൈ പാർട്ടായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നമുക്കിപ്പോൾ ഉള്ളത് ഡെയിലി 1 GB ഒക്കെ അല്ലേ, അത് വെച്ചിട്ട് എങ്ങനെ ഇപ്പോൾ സാധാരണ ഒരാൾക്ക് ഇത്രയും GB ഡൗൺലോഡ് ചെയ്യാം? അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂസൊക്കെ വരുന്നതാണല്ലോ പൊതുവായിട്ടുള്ളത്. അപ്പോൾ ഇത് അത്ര വലിയൊരു ഇഷ്യൂ ആയിട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിന് വേണ്ടി നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്താൽ മതി. ടെലിഗ്രാമിൽ പ്ലേ സ്റ്റോറിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ കിട്ടുന്നതാണ്. അതിൽ നിങ്ങളുടെ നമ്പറായിട്ട് രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ട് കയറുക. ഓപ്പൺ ആയ ശേഷം അത് ഓപ്പൺ ആക്കുക. അതിന് ശേഷം ഉണ്ടാവും അതിൽ PC ഗെയിംസ് എന്ന് സെർച്ച് ചെയ്ത് മുകളിൽ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് സെർച്ച് ഉണ്ടാവും. അതിൽ PC ഗെയിംസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് PC ഗെയിംസ് കിട്ടുന്നതാണ്. അതിൽ PC എന്ന് എഴുതിയിട്ടുള്ളൊരു ഗെയിം ഉണ്ടല്ലേ, ഒരു ഓറഞ്ച് കളറൊക്കെ ആയിട്ടുള്ള അത് ആ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളതിൽ ജോയിൻ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് വേണ്ട ഗെയിംസ് എല്ലാം ഉണ്ടാവും. നിങ്ങൾക്ക് അതിന് മുകളിൽ റൈറ്റ് സൈഡിൽ 3 ഡോട്ട്സ് ഉണ്ടല്ലേ, ആ ഡോട്ട്സ് എടുക്കുക. ഡോട്ട്സിൽ സെർച്ച് കൊടുക്കുക. സെർച്ചിൽ GTA 5 എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഫുൾ അത്യാവശ്യം എത്ര ഇതുണ്ട് അത്രയും കിട്ടുന്നതാണ്. എക്സാമ്പിൾ ഇപ്പോൾ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല, റിസ്ക് ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ വേറൊരു ഇത് തന്നെയാണ് PC ഗെയിം ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ PC ഗെയിം ലിസ്റ്റ്, ഓക്കെ, അത് കാണുന്ന മുകളിലുള്ള ഫുൾ ഗെയിംസിൻ്റെ ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞു നോക്കിയാൽ മതി. GTA 5 ഒന്നിരിക്കലും ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ആ ഇതിലേക്കാണ് പോവുക. അതായത് നമ്മളിപ്പോൾ എടുത്ത PC ഗെയിംസിലേക്കാണ് ഇത് പോവുക. പക്ഷേ ഇതിൽ എല്ലാ ലിസ്റ്റും നമുക്ക് ഇതിൽ കറക്റ്റ് നോക്കുക ചെയ്യാം കേട്ടോ. ഞാൻ സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് GTA 5 അവിടെ എത്തും. ഇനിയിപ്പോൾ GTA 5 അങ്ങനെ എത്തിയില്ല, അപ്പോൾ അതിൻ്റെ സെർച്ച് ചെയ്തിട്ട് അവിടെ എത്തിയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൺ ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിപ്പോൾ അഡ്വഞ്ചർ ഗെയിംസിലായിട്ടാണ് ഈ GTA 5 ഉണ്ടാവുക. തേർഡ് പാഷൻ, അതുപോലെ സ്പോർട്സ് റൈസിങ്. നമുക്ക് ജസ്റ്റ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതിന് ഇങ്ങനെ ഒരു കണ്ടെടുക്കുന്ന ബുദ്ധിമുട്ട് പറഞ്ഞാൽ ആക്ഷൻ ഗെയിംസിലുണ്ടാവും കേട്ടോ. ആക്ഷൻ അഡ്വഞ്ചർ ഗെയിംസിലൊക്കെ ഉണ്ടാവും. നമുക്ക് നോക്കിയേക്കാം. ഇതിലോ ഉണ്ടാവും, സാധനം ഉണ്ടാവാൻ പോകില്ല. GTA 5 ഉണ്ടല്ലേ, ഇതിപ്പോൾ ഏതിലോ വന്നിരുന്നതെന്ന് വെച്ചാൽ ലിസ്റ്റിൽ ആക്ഷൻ അഡ്വഞ്ചർ ഗെയിംസ് 2ാം ഭാഗത്തിലാണ്. അതിൽ GTA 5 എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഓപ്ഷൻ ഉണ്ടാവും. അതെടുത്തിട്ട് നേരെ പോകൽ PC ഗെയിംസിലോട്ടാണ്. ഇങ്ങനെ നിങ്ങൾക്ക് കയറാം. ആ PC ഗെയിംസിൽ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്ര മിനിമം ഇത് വേണമെന്ന് റെക്കമെൻഡഡ് സ്പേസൊക്കെ കാണിക്കുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയിരിക്കും കേട്ടോ. പള്ളിയിൽ വെച്ച് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയിരിക്കും. ഇതിലിപ്പോൾ റെക്കമെൻഡ് മിനിമം റിക്വയർമെൻറ്റ് പറഞ്ഞാൽ എത്ര വിൻഡോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം 8ഉം അതുപോലെ അതെല്ലാം സപ്പോർട്ട് ആവുമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. എൻ്റെ ഇപ്പോൾ 10 ആണ്, 10ലാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. പിന്നെ പ്രൊസസ്സർ മിനിമം ഇൻ്റൽ ആയിരിക്കണം. പിന്നെ 2.50 GHz വേണം. അതുപോലെ AMD ആണെങ്കിൽ അങ്ങനെയും വേണം. പിന്നെ വീഡിയോ കാർഡ് പറഞ്ഞാൽ മിനിമം 1 GB വേണമെന്നെങ്കിലും കാണിക്കുന്നത്. എൻ്റെ ഇപ്പോൾ 1 GB ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല. എന്നിട്ട് ഞാൻ കളിക്കുന്നുണ്ട്. എൻ്റെ 8 GB RAM ആണ്. മിനിമം ഒരു 8 GB ഉണ്ടെങ്കിൽ സ്മൂത്ത് കളിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഗ്രാഫിക്സ് കാർഡ് ഇല്ലെങ്കിലും 8 GB വേണം. അല്ലെങ്കിൽ 4 GB കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, എന്നാലും ഒരു ചെറിയൊരു പ്രോബ്ലം. അങ്ങനെ ഇതിലുണ്ടാവും പാർട്ടായിട്ടുള്ള ഫുള്ള് കാണിക്കുന്നത്. അതായത് അറൗണ്ട് ഏകദേശം ഒരു 30 അല്ലെങ്കിൽ ഒരു 25 പാർട്ടൊക്കെ ആയിട്ടുണ്ടാകും. ഈ GTA 5 നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം, ഒന്ന് നോക്കാം. ഇത് അപ്ലോഡ് ചെയ്ത സാധനമാണ്. ഇത് ഏറ്റവും ന്യൂവാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇതിൽ 31 വേർഷനാണ് ഉള്ളത്. അത് നമ്മൾ നേരെ സേവ്ഡിലിടാം കേട്ടോ. ഞാൻ സേവ്ഡിലേക്ക് ചെയ്തേക്കണേ. നമ്മൾ പോയിട്ട് ജസ്റ്റ് സേവ്ഡ് ചെക്ക് ചെയ്യാം. സേവ്ഡ് മെസ്സേജസ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അടിയിൽ കാണാം. ഇതിൽ പല ഗെയിംസ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നതാണ്. അതായത് ഇത്രയും ഗെയിംസ് ഉണ്ട്. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഒരിക്കലും ഫയൽ മാനേജർക്ക് നമ്മൾ പോയി ചെക്ക് തന്നെ ചെയ്യണം. പക്ഷേ അല്ലാതെ പുറത്ത് വരിക അങ്ങനെ ഒന്നും ചെയ്യില്ല. നമ്മളിപ്പോൾ വീഡിയോ ആണെങ്കിൽ ഒന്നും അങ്ങനെ പുറത്ത് വരില്ല. നമ്മൾ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് കാണിക്കുന്നത്, ഇത് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ശേഷം ഇത് വരൽ എവിടെയെന്ന് വെച്ചാൽ ഫയൽ മാനേജർ നമ്മൾ എടുക്കുക. ഫയൽ മാനേജറിൽ
വരൽ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ടെലിഗ്രാമിലാണ് ഉണ്ടാവുക. ടെലിഗ്രാം ഉണ്ടാവും. ടെലിഗ്രാം ഡൗൺലോഡ്സിൽ ഇതിലാണ് എല്ലാ ഫയൽസും ഇങ്ങനെ കിടക്കുക. നിങ്ങൾ ഓരോ ഫയൽസും ഡൗൺലോഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്, അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ GTA 5 ഫസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയാൽ ഇത് നമുക്ക് പൗസ് ചെയ്തൊക്കെ ചെയ്യാവുന്നതാണ്. അത് സേവ്ഡ് മെസ്സേജിലിട്ട അത്രയും നല്ലത്. എന്നാലേ നമുക്ക് കറക്റ്റ് പൗസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സേവ്ഡ് മെസ്സേജിലിട്ട ശേഷം നമ്മളെന്താണ് പൗസ് ചെയ്യാം. പൗസ് ഓഫാക്കിയിട്ട് പിന്നെ അവിടുന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഒരിക്കലും ടെലിഗ്രാമിൻ്റെ ഫയൽസോ ആൻഡ്രോയിഡ് ഡാറ്റയിലുള്ള telegram.org ഫയലൊന്നും ഒഴിവാക്കാൻ പാടില്ല. അതല്ല അങ്ങനെയാണെങ്കിൽ റെസ്യൂം കിട്ടില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ സാധാ നോർമൽ ചെയ്തു, പിറ്റേ ദിവസം നമ്മൾ ഇതിൻ്റെ ബാക്കി ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് എളുപ്പം വേഗം കയറി കഴിയുന്നതാണ്. അത്ര ബുദ്ധിമുട്ടില്ല. ഈ ലാഗും കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഇത് ഓരോ പാർട്ടും ഡൗൺലോഡ് ചെയ്ത ശേഷം അതിൻ്റെ അവിടെ ഡോട്ട് ഇട്ട ശേഷം ഫുള്ള് നമ്പേഴ്സായിട്ട് കാണിക്കുക. നമ്മൾ കണ്ടില്ല, ഇതിലിപ്പോൾ ഫുള്ള് നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഇതിൽ ഫുള്ള് നമ്പേഴ്സ് കാണിക്കും. നമ്പേഴ്സ് ഇട്ട ശേഷം ഇപ്പോൾ ഒരു നമ്പർ നമ്മളിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത 1 GB ആണെന്ന് വിചാരിച്ചിട്ട് തോന്നുന്നു അങ്ങനെ ആക്കുക. അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ഡോട്ട് സിപ്പ് എന്നുള്ളതില്ല, അപ്പോൾ സിപ്പാവില്ല, റാറ് ഇതിൽ കാണിക്കില്ല. ഇനിയിപ്പോൾ റാറ് കാണിച്ചാൽ റാറിൻ്റെ തൊട്ടപ്പുറത്ത് ഇതിപ്പോൾ സിപ്പാണെങ്കിൽ സിപ്പ് ഇങ്ങനെയാണെങ്കിൽ നമ്മളിതിൻ്റെ അപ്പുറത്തേക്ക് വന്നിട്ട് ഇവിടെ ഒരു എക്സ്ട്രാ ഡോട്ടും കൂടി കൊടുത്ത ശേഷം ഇവിടെ ഒരു എക്സ്ട്രാ ഡോട്ട് കൊടുത്തിട്ട് പാർട്ട് 1 എന്ന് കൊടുക്കുക. എന്നാൽ പാർട്ട് 1 ആയി കൊടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് അതിന് തൊട്ടപ്പുറത്ത് റാറൊന്നുണ്ടാവും. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സിപ്പ്, അതായത് റാർ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലംസ് ഉണ്ടാവില്ല. ഇതിൻ്റെ പാസ്വേഡ് ഉണ്ട്. ഇതിൻ്റെ പാസ്വേഡ് പറഞ്ഞാൽ ഇതിൽ തന്നെ കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇതിൽ മിനിമം കാണിക്കണം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പോയ PC ഗെയിം ലിസ്റ്റ് ഉണ്ടാവില്ല, PC ഗെയിം ലിസ്റ്റ് തന്നെ മുകളിൽ എല്ലാത്തിനെയും കോമൺ പാസ്വേഡ് കാണിക്കുന്നതാണ്. ഇതാണ് പാസ്വേഡ്. കോമൺ ആയിട്ട് https:/t.me/pcgamedown എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിംസ്, പിന്നെ അണ്ടർലൈനും, പിന്നെ ഇതാണ് ഇതിൻ്റെ പാസ്വേഡായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആവുന്നതാണ്. ഇത് അത്ര വലിയ ബുദ്ധിമുട്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഗെയിംസ് പറഞ്ഞാൽ അത്രയും ലോഡ് കണക്കിന് ഗെയിംസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ഈ പാർട്ട് 1 പാർട്ട് 2 എന്ന് കറക്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോഴോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒക്കെ ഒറ്റയടിക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നില്ല. നമുക്കിപ്പോൾ ഇതിൽ സ്പേസ് ഇല്ല. നമ്മളിത് 32 GB ആണെന്നെങ്കിൽ വിചാരിച്ചോളൂ. അപ്പോൾ ഏകദേശം ഒരു 32 GB ഉള്ളെങ്കിൽ ഫുള്ളായിട്ട് ഒരിക്കലും ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല. ആകെ 23-25 GB അതിൽ അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. അത് ഫുൾ ഡൗൺലോഡ് ചെയ്ത് കഴിയില്ല. അപ്പോൾ നമുക്ക് വേറെ ഫോണൊക്കെ പെൻഡ്രൈവൊക്കെ ഷെയർ ചെയ്ത് വെച്ച് നമുക്ക് ഓരോന്ന് ഏകദേശം ഒരു നമുക്ക് നമ്മുടെ ഡെയിലി 1 GB ഉള്ളവർക്കൊക്കെ സിമ്പിളായി ഡൗൺലോഡ് ചെയ്തിട്ട് കളിക്കാൻ പറ്റുന്ന സംഭവമാണ്. കുറച്ച് ക്ഷമ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇത് ഞാനിപ്പോൾ ഒരു കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ഇടുന്നത് കേട്ടോ. കുറേ ആയി, ഇപ്പോൾ ഏകദേശം 1 year ആയി ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ട ശേഷം. ഞാൻ ഇതിനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓരോ കണ്ടൻറ്റ് ഇങ്ങനെ കിട്ടുന്നതിനനുസരിച്ച് ഇടുകയാണ് ഞാൻ. ഓരോ കണ്ടൻറ്റ് ഇങ്ങനെ കിട്ടുന്നതിനനുസരിച്ച് ഓക്കെ ഇടുകയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആൾക്കാരൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.